ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരജോഡികളുടെ വിവാഹവും. ഗോസിപ്പുകാരുടെ ആക്രമണങ്ങൾക്ക് നിരവധി തവണ ഇരകളായിട്ടുള്ളതിനാൽ സുപ്രധാന തീരുമാനം ഇരുവരും രഹസ്യമായി സൂക്ഷിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. കൊച്ചി വേദാന്ത ഹോട്ടലിൽ 9:30-നും 10:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദിലീപ് കാവ്യയ്ക്ക് താലി ചാർത്തി. തികച്ചും ലളിതമായ ചടങ്ങിലേക്ക് മലയാള സിനിമ ഒന്നടങ്കം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ക്യാമറമാൻ അനീഷ് തോട്ടേക്കാടിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നെഗറ്റീവ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളും പറയാതിരിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ സ്നേഹിക്കുന്നതോടെ ഞങ്ങൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ആവശ്യമാണ്. 3 പേരാണ്. സോറി, അയ്യോ, 3 അല്ല 4 ഉണ്ട്, ഒരു അമ്മയും കൂടി ഉണ്ട്. 1998 ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. എന്നാൽ 16 വർഷം നീണ്ടുനിന്ന ആ ബന്ധം 2014 അവസാനിക്കുകയായിരുന്നു. കാവ്യയാകട്ടെ 2009 വിദേശ മലയാളിയായ നിഷാലിനെ വിവാഹം ചെയ്തെങ്കിലും അധികം വൈകാതെ ആ ബന്ധം തകർന്നു. ദിലീപും കാവ്യയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ വൻ ഹിറ്റുകളാവുകയും തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ഏറെ സമയം നീണ്ടെങ്കിലും അച്ഛൻ ദിലീപിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്ന മകൾ മീനാക്ഷിയുടെ നിർബന്ധം കൂടിയാണ് ഒടുവിൽ പൊടുന്നനെ നിശ്ചയിക്കപ്പെട്ട ഈ താരവിവാഹത്തിന് പിന്നിൽ. ഞാനാണ് അച്ഛനോട് പറഞ്ഞത്. നേരത്തെ ഇരുവരും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ദിലീപും കാവ്യയും അതിനോട് പ്രതികരിച്ചിരുന്നില്ല. തീരുമാനമെടുക്കുകയാണെങ്കിൽ എല്ലാവരെയും താൻ തന്നെ വിവരമറിയിക്കുമെന്ന് ദിലീപ് തന്നെ വ്യക്തമാക്കുകയും ഉണ്ടായി. ഒടുവിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കൂടിയാലോചനകളാണ് വിവാഹം യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറാമാൻമാരായ വേണുവിനും ആന്റണി ഗ്രിഗറിക്കുമൊപ്പം യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തീർച്ചയായിട്ടും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവർ വിവാഹിതരാകുന്നു, വളരെ ഹാപ്പിയാണ്. യാഥാർത്ഥ്യത്തേക്ക് വന്നു, എല്ലാവരെയും വിളിച്ചു. അവർ നല്ല കാര്യമല്ലേ, പ്രസ്സിനെ എല്ലാവരെയും വിളിച്ചു, ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. നല്ല കാര്യം തന്നെ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്നിക്കണം, അതാണ് അതിൻ്റെ ഒരു നിയമം. പിന്നെ അവരൊന്നിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദിലീപ്. അതുപോലെ തന്നെ കാവ്യയോട് വളരെ അടുപ്പമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷമമൊക്കെ എനിക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ കല്യാണത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് പങ്കെടുക്കാൻ വന്നതാണ്. കുടുംബസമേതം വന്നിട്ടുണ്ട്. ഞങ്ങളെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അത് ഈ മുഹൂർത്തത്തിൽ നടക്കുമ്പോൾ അതിനൊരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. അവർക്ക് നന്നാവരും, ദൈവം അനുഗ്രഹിക്കും. ഇത് നേരത്തെ സംഭവിക്കേണ്ട താമസിച്ചു പോയി. കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമല്ല, നടക്കട്ടെ. എല്ലാ അവർക്ക് സർവ്വമംഗളങ്ങളും നേരാം. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. സന്തോഷമുണ്ട്, എല്ലാവർക്കും സന്തോഷമുള്ളതുപോലെ എനിക്കും സന്തോഷമുണ്ട്. നല്ല കാര്യമാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഒരുപക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ അതൊക്കെ തീരുമല്ലോ, അതൊരു സന്തോഷം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച താരജോഡികളായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചവരാണ് ദിലീപും കാവ്യ മാധവനും. അതിനു തെളിവായിരുന്നു മീശമാധവൻ, തിളക്കം, തെങ്കാശിപ്പട്ടണം തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ നേടിയെടുത്ത മികച്ച വിജയം. അതിൽ ആദ്യത്തേത് 1999 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിലായിരുന്നു. കാവ്യ ആദ്യമായി നായികയായി എത്തിയ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ. നീയും പാടിയ പല്ലവി 5 കൊല്ലമായി ഞാൻ തന്നെ പുറകെ നടക്കുക. ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടറായനെ, LLBക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസായ. സാറിന് എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല, മനസ്സിലായടാ?
തുടർന്ന് തെങ്കാശിപ്പട്ടണം, ഡാർലിംഗ് ഡാർലിംഗ്, റൺവേ, മീശമാധവൻ, മിഴിരണ്ടിലും, തിളക്കം, കൊച്ചി രാജാവ് തുടങ്ങി മിക്ക ദിലീപ് ചിത്രത്തിലും നായികയായി കാവ്യയും ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ വിജയങ്ങൾ. സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നീടങ്ങോട്ട് 21ഓളം ചിത്രങ്ങൾ. അതിൽ ദോസ്ത്, ഡാർലിംഗ് ഡാർലിംഗ്, ചൈന ടൗൺ, പെരുമഴക്കാലം, 2020 എന്നിവ ഒഴികെയുള്ള ചിത്രങ്ങളിൽ ജോഡികളായാണ് ഇരുവരും അഭിനയിച്ചത്. അതിൽ മിക്കതും വൻ ഹിറ്റുകളുമായിരുന്നു. ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘകലവായി പൊഴിയും ഞാൻ. ദിലീപിന്റെയും കാവ്യയുടെയും സിനിമാ ജീവിതത്തിലും ചില സമാനതകളുണ്ട്. കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. 1991 ഇറങ്ങിയ ഇതേ ചിത്രത്തിലൂടെ തന്നെയാണ് സഹസംവിധായകന്റെ വേഷത്തിൽ ദിലീപിന്റെ സിനിമാ പ്രവേശം. ഒരിടവേളയ്ക്ക് ശേഷം കാവ്യ അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തിയതും മാമാ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം പാപ്പി അപ്പച്ചിയിലൂടെയായിരുന്നു. ശേഷം ഇരുവരും ഒരുമിച്ച വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയും വിജയമായി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച പിന്നെയും എന്ന ചിത്രം ഒരുക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഒടുവിൽ മലയാള സിനിമയിൽ ഇരുവരും 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യഥാർത്ഥ ജീവിതത്തിലും കാവ്യ ദിലീപിന്റെ നായികയായി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.